ഹായ്, ഇത് നമ്മളെ സ്റ്റുഡൻസിനുള്ള എപ്പിസോഡാണ്. പാനി ബുക്കായിട്ട് ഇരിക്കട്ടോ, വെറുതെ കാണാനായിട്ട് ഒരാളെയും ഇരിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും ഉള്ള കാര്യം പറയുന്നത്. അപ്പൊ യൂട്യൂബിൽ കാണുന്നതാണ് മോസ്റ്റ് സെർച്ചിങ്ങിലെ ഫസ്റ്റിൽ നിൽക്കുന്ന ഇതാണ് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂട്യൂബ് ഇല്ലാതെ ഒരു രക്ഷയില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ചുമ്മാ ഇരുന്ന് കാണണ്ട, പാനി ബുക്ക് എടുക്കുക, മര്യാദക്ക് അതൊക്കെ എഴുതി നോട്ട് ചെയ്ത് പോവുക. അപ്പൊ യൂട്യൂബിന്റെ ഇന്റർഫേസ് അറിയാലോ, ഇതാണ് യൂട്യൂബ്. അപ്പോ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ചാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ജിമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യുമ്പോഴാണ് വാട്സപ്പ് ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ ചെല്ല, ഈ മൂലയിൽ ചെന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ബേസിൽ എന്ന് പറഞ്ഞ ആളുടെ ഫോണാണ്. ആ ബേസിൽ എന്ന് പറഞ്ഞ ആളുടെ ഇതിലിതാ അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഞെക്കി കഴിഞ്ഞാൽ ഇതാ പുതിയൊരു ചാനലിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിൽ വീഡിയോ ഇല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഈ ഈ ഡോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇതിവിടെ ഈ ഒരു ഐക്കൺ ഉണ്ട്, അതിൻ്റെ ഈ അറ്റത്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇതിൽ നമ്മളെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള. അപ്പോൾ നെയിം ബേസിൽ ജിൻസൺ, അയാളുടെ പേര്. അപ്പോൾ ഷെഫ് ബുഹാരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ ഹാൻഡിൽ അത് ഫൈൻ. ആഡ് ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഐ ആം ബിരിയാണി ഷെഫ്, ഞാൻ ഇന്നത് ചെയ്യുന്നു, ഇന്നതാണ്, ഇന്നതൊക്കെ എനിക്കറിയാം, ഇന്ന ഹോട്ടൽ സംബന്ധിച്ച വർക്കുകൾ ഞാൻ ചെയ്തു തരും. ഇങ്ങനെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്, കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഫോൺ നമ്പേഴ്സ് ഒക്കെ, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു സിം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ ഒരു ഫോട്ടോ എടുക്കുക. ടേക്ക് എ ഫോട്ടോ, അല്ലെ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൽ നിന്ന് എടുക്കുക. നേരിട്ടിട്ട് ഒരു ഫോട്ടോ സെൽഫി പോലെ എടുക്കാം. ഇപ്പോൾ എങ്ങനെ കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കുകയാണ്. അതാ, എന്നിട്ട് ഞാൻ ആ ഫോട്ടോ യൂസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ എൻ്റെ ആ ഫോട്ടോ അവിടെ അപ്ലോഡ് ആവും. അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ട്, അത് ഡിസൈൻ ചെയ്തിട്ട് കയറ്റേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു വൈഡിലുള്ള ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേപോലെ ടേക്ക് ഫോട്ടോ കൊടുക്കാം. ചൂസ് ഫ്രം ഗാലറിയിൽ പോയിട്ട് ഇതിങ്ങനെ കൊടുത്തു, ഇതങ്ങനെ ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് വന്നു. അപ്പോൾ ഇവിടെ ഇന്റർഫേസ് മാറിയിട്ട് ആ ഫോട്ടോ ഇപ്പോൾ ഡിസ്പ്ലേയിൽ വരും. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ഈ പ്ലസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂ, അലോ. നമ്മൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഹായ്, എന്താ സുഖമാണോ, വിശേഷം, നമ്മളിവിടെ എഡിറ്റിങ് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഇത് ചെയ്തിട്ട് പ്ലസ് ടിക്ക് ക്ലിക്ക് ചെയ്തു. ഹായ്, എന്താ സുഖമാണോ, കാണാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും പേരോ എന്തെങ്കിലും അടിക്കണമെങ്കിൽ ബുഹാരി അല്ലെങ്കിൽ ബിരിയാണി, ഡൺ. അത് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നീക്കാം. നെക്സ്റ്റ് അടിച്ചു, പേര് കൊടുക്കുക, ബുഹാരി ട്യൂട്ടോറിയൽ കൊടുത്തിട്ട് പബ്ലിക് ഇപ്പൊ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ റിലീസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ പഠിപ്പിക്കുന്ന റെസിപ്പി ആണെങ്കിൽ ഈ ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇല്ല പ്രൈവറ്റ്, ആർക്കും ഇപ്പോൾ ഇത് കാണിക്കണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കാം. അപ്പോൾ പബ്ലിക്കലി ഞാൻ കൊടുക്കുകയാണ്. ഷെഡ്യൂൾ, എനിക്കിത് ഇപ്പോൾ കൊടുക്കണ്ട, എനിക്ക് ഇന്നിപ്പോൾ 1 മണിയായി സമയം. അപ്പം എനിക്കിത് ഇന്ന് 2 മണിക്ക് PM ഞാനിത് കൊടുക്കാൻ നിശ്ചയിച്ചു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ, ഈ പരിപാടി ഞാൻ ഷൂട്ട് ചെയ്തത് പെരിന്തൽമണ്ണ ആണെങ്കിൽ ഞാൻ പെരിന്തൽമണ്ണ ഷൂട്ട് ചെയ്ത സ്ഥലം, അങ്ങനെ ഞാൻ അതിട്ടു. സെലക്ട് ഓഡിയൻസ്, കുട്ടികൾക്കാണോ വലിയവർക്കാണോ. ഇത് നമ്മൾ യൂട്യൂബിനെ സഹായിക്കുകയാണ് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ. കുട്ടികൾക്കല്ല, നോ ഫോർ കിഡ്സ്. റിലേറ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കുറെ ഉണ്ടെങ്കിലേ കാണിക്കുള്ളൂ. അതാണ് ഇപ്പോൾ ഇതിൽ മെയിൻ ഉള്ളതുള്ളൂ. അത് ചെയ്തിട്ട് ഞാനിത് അപ്ലോഡ് ഷോട്ട് കൊടുത്താൽ ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സി വീഡിയോ പ്രോസസ്സിങ്, ഇത് അപ്ലോഡ് ആയി. ഇതാണ് ഇത് അപ്ലോഡിന്റെ ഒരു സെക്ഷൻ. ഇത് 1 മിനിറ്റ് മുതൽ 2.5 മിനിറ്റ് വരെ യൂട്യൂബിന് ഷോർട്സ് ഇങ്ങനെ എടുക്കാം.
ബാക്കി അവിടെ നിന്നുള്ളതും ഇപ്പൊ ഇങ്ങനെ എടുക്കാം, ലെങ്തി വീഡിയോ ആണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുക, ഷൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഇപ്പോ അത് നമ്മളവിടെ അപ്ലോഡ് ആക്കിയ സാധനം അവിടെ 2 മണിക്ക് റിലീസ് ആവും. ദാ ബുഹാരി ട്യൂട്ടോറിയൽ, ഈ സാധനം ടൈം വന്നു 2 PM റിലീസ്. ഇനി അടുത്തത് ഇവിടെ പ്ലസ് അടിച്ചു. എനിക്കൊരു ഫോട്ടോ എടുക്കണം, ഫോട്ടോ ഇടാം. ഇതിനകത്തൊരു ഫോട്ടോ ഇതെടുത്തു. ഞാനിതാ ഇവിടെ ഒരു ഫോട്ടോ ഇതാ അവിടെ ഉണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആ ഫോട്ടോനെ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ എടുത്തിട്ട് യൂട്യൂബിനകത്തേക്ക് ഇടണം. ഡൺ. അപ്പൊ ഫോട്ടോ വന്നു. സെലക്ട്. അത് ക്ലിക്ക് ചെയ്തു, ഡൺ അടിച്ചു. അതവിടെ കയറി കേട്ടോ. ഞാനതിനെ ക്യാൻസൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഡ്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ അടിച്ചാൽ അതവിടെ വന്നു. നെക്സ്റ്റ്. ആ ഫോട്ടോ മാത്രമായിട്ട് വന്നു. ഇതിനെയും എനിക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ ആക്കിയിട്ട് വിടാം. അപ്പൊ ഞാൻ പ്രൈവറ്റിലാണ് കിടക്കുന്നത്. മൈ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ഓഡിയൻസ്, നോ കിഡ്സ് അടിച്ചു, അപ്ലോഡ്. അപ്പൊ അത് അപ്ലോഡായി. ഇനി ഇതിനകത്ത് ഇതാ വീഡിയോ, ഇവിടെ ഈ പ്ലസ് അടിച്ചപ്പോ, ഈ സെൻട്രൽ അടിച്ചപ്പോ വീഡിയോ, ലെങ്തി വീഡിയോ ആണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇടാം. ലൈവ്, എനിക്ക് ലൈവ് പോവാം. പക്ഷെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലാണ് അവരത് അലൗഡ് ഉള്ളോ. പോസ്റ്റ്, ചിത്രങ്ങളൊക്കെ വിടാൻ ഇതിനകത്ത് ഇവിടെ 3 ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്. അപ്പോൾ ഈ പോസ്റ്റ് ഇപ്പൊ നമ്മളെ ഒരു പ്രോഗ്രാമാണ്. ഐ ആം ഇൻ ഹൗസ്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഇതേപോലെ നമുക്ക് ടൈമിംഗ് ഒക്കെ കൊടുക്കാം. ഈ 3 ബട്ടണിൽ അടിച്ച ഷെഡ്യൂള് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എന്തായി, യൂട്യൂബ് എന്നുള്ള സാധനം അവിടെ എത്തി. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റായി. ഇതാണ് യൂട്യൂബിന്റെ ബേസിക് കാര്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഇടണം, എങ്കിലേ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നിങ്ങളൊരു റിയലിസ്റ്റിക് ആയിട്ട് ഇത് ചെയ്യുകയാണെന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങളെ സോഷ്യൽ മീഡിയ അസറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഇതേ ഫോർമുല മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഇതേപോലെ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് എന്ന് പറയുന്നത് ഇതേപോലെ ഏകദേശം ഇതേ സിമിലർ ആണ് എല്ലാത്തിൻ്റെയും ഒരു അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ മീഡിയാസിനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇതൊരു പ്രൈവറ്റ് സെക്ഷനാണ്, നമ്മൾ സ്റ്റുഡൻസിന് മാത്രം. അതിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ പതുക്കെ നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും. ബുക്കും പാനും വെച്ച് ഇതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ പോലെ ഇങ്ങനെ സെൽഫി വീഡിയോ എടുക്കുക, അത് എന്നിട്ട് ഗാലറി പോയിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.